വികസിത് ഭാരത് എന്ന സങ്കല്പം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിഷനും വിഷനുമാണ്. 2047 ആകുമ്പോൾ ഭാരതം ഒരു വികസിത രാജ്യമായിട്ട് മാറുക എന്നുള്ളത്. ഇവിടെ ഇത് സംസാരിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഭാരതത്തിന് നേരത്തെ തന്നെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നോ എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദിജിയുടെ കാലഘട്ടത്തിൽ 11ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് ഭാരതം സാമ്പത്തികമായിട്ട് എത്തിയിരിക്കുകയാണ്. അത് 2-3 വർഷത്തിനുള്ളിൽ 3ാം സ്ഥാനത്തേക്ക് എത്താനുള്ള പ്രയത്നത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇത് പറയുന്ന അവസരത്തിൽ ഈ സർക്കാർ എന്നതുകൊണ്ട് ഇനി ഞാൻ വിവക്ഷിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ കേന്ദ്ര സർക്കാർ വരെയുള്ള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ്. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും പങ്കുണ്ട്. 47 മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഭരണാധികാരികളെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള അവരുടെ സംഭാവനകൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു 8 മീറ്ററുള്ള ഒരു വഴി വെട്ടിയിട്ട് പ്രധാന റോഡുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കാലഘട്ടത്തിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഈ വികസിത ഭാരതത്തിന് ആ മെമ്പർ സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പഞ്ചായത്ത് മെമ്പർമാർ, MLA-മാർ, MP-മാർ എല്ലാവരും അവരുടെ സംഭാവന, ആകെ ഉള്ള സംഭാവന ഇവിടെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് അത് പറയുകയാണ്. ഇനി എങ്ങനെയാണ് ഭാരതം വികസിത രാജ്യമാകുന്നത്? ഓരോ കുടുംബവും വികസിത കുടുംബങ്ങളായാൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിത രാജ്യമാകുള്ളൂ. ഇപ്പോൾ ഈ 5ാം സ്ഥാനം എന്ന് പറയുന്ന ആ സമ്പത്ത്, നമ്മളിലുള്ള സമ്പത്ത് സ്കീമുകളിലൂടെ അത് ജനങ്ങളിൽ എത്തിക്കുകയാണ്. അതായത് സ്വർണത്തിൻ്റെ ഒരു ഗോളം ഉരുക്കിയിട്ട് തുള്ളികളായിട്ട് അത് ഓരോ വ്യക്തിയിലും എത്തിക്കുകയാണ്. എന്താണ് ഈ തുള്ളി? ഈ റേഷൻ 80 കോടി ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് അതൊരു തുള്ളിയാണ്. അവരുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതിന് വേണ്ടി അത് സഹായിക്കും. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല, വികസിത ഭാരതത്തിലേക്കുള്ള അവരുടെ ശ്രമത്തിൽ, പ്രയാസത്തിൽ അത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി അത് മറ്റൊരു തുള്ളിയാണ്. അത് 2000 രൂപ വെച്ച് 4 മാസം കൂടുമ്പോൾ കൊടുക്കുന്നത് അത് മറ്റൊരു തുള്ളിയാണ്. ഇങ്ങനെ ഈ സർക്കാരിൻ്റെ സ്കീമുകൾ, സർക്കാരിൻ്റെ സ്കീം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അത് കേന്ദ്രത്തിൻ്റെയുണ്ട്, സംസ്ഥാനത്തിൻ്റെയുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ആയുഷ്മാൻ ഭാരത് 2 5 ലക്ഷം രൂപ കൊടുക്കുന്നത് അത് നിബന്ധനകളില്ലാതെ പ്രായമായവർക്കെല്ലാവർക്കും, 70 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാവർക്കും അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്ന സംവിധാനം. അത് പറയുന്ന അവസരത്തിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരും അത് രജിസ്റ്റർ ചെയ്യണം. അതിനെപ്പറ്റി അറിയില്ലാത്തവരെ രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കണം. അതിൻ്റെ 60% കേന്ദ്ര സർക്കാരിൻ്റെയും 40% സംസ്ഥാന സർക്കാരിൻ്റെയുമാണ്. ചില അനാവശ്യ ന്യൂസുകൾ വരുന്നുണ്ടോ അത് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന്. അത് ശരിയല്ല. 60% കേന്ദ്ര സർക്കാരിൻ്റെയും 40% കേരള സർക്കാരിൻ്റെയും ഭാഗമായിട്ട് ഇത് നടപ്പിലാക്കുകയാണ്. ഇങ്ങനെയുള്ള അനേകം പദ്ധതികൾ നടപ്പിലാക്കുന്ന അവസരത്തിൽ ഓരോ കുടുംബവും വികസിത ഫാമിലിയായിട്ട് മാറും. അതിലൂടെ ഭാരതം ഒരു വികസിതമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും. അതിന് എല്ലാവരുടെയും സംഭാവന ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ച ഈ ദിശയിൽ പോകണം. കാരണം ഒറ്റക്കെട്ടായിട്ട് ഒരു ജനത അധ്വാനിച്ചതിൻ്റെ ഫലമാണ്, 75 വർഷം അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ വികസിത രാജ്യത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റം. പക്ഷേ ആ 11ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക്, ആ വളർച്ചയിൽ അടുത്ത ഏതാനും വർഷത്തേക്ക് ഉള്ളിൽ 3ാം സ്ഥാനത്തേക്കുള്ള വളർച്ചയിൽ നരേന്ദ്രമോദിയുടെ വിഷനുണ്ട്, മിഷനുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പരിഗണിക്കണം. അതും ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.